നമസ്കാരം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണല്ലോ നമ്മുടേത്. അതുകൊണ്ട് തന്നെ മൂല്യങ്ങളും ധാർമ്മികമായ അവകാശങ്ങളും ഒപ്പം മനുഷ്യത്വപരമായ ഇടപെടലുകളും എല്ലാം നമ്മുടെ രാജ്യത്ത് സജീവമാണ്. മൗലികമായ അവകാശങ്ങൾ ഏറ്റവും അധികം സംരക്ഷിക്കപ്പെടുന്ന രാജ്യവുമാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ മതപരമായ സ്വാതന്ത്ര്യവും നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ആ മതം പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം എല്ലാ പൗരന്മാർക്കുമുണ്ട്. അതോടൊപ്പം ഏതൊരു മതത്തിൽ വിശ്വസിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം നമുക്കെല്ലാവർക്കും ഉണ്ട്. ഇപ്പോഴിതാ കേരളത്തിൽ മറ്റൊരു വിവാദം തലയുയർത്തിയിരിക്കുന്നു. കേരളത്തിലെ ഒരു സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയോട് ഹിജാബ് ധരിച്ച് എത്തരുത് എന്ന് മാനേജ്മെൻറ്റ് നിർദ്ദേശിച്ചതാണ് വിവാദത്തിന് കാരണം. വിവാദം ശക്തമായതോടെ ജനപ്രതിനിധികൾ ഇടപെട്ടുകൊണ്ട് വിഷയം ചർച്ച ചെയ്ത് രമ്യമായി പരിഹരിച്ചു. പെൺകുട്ടിയുടെ പിതാവ് തന്നെ സ്കൂൾ യൂണിഫോം ധരിച്ചുകൊണ്ട് എത്തിക്കൊള്ളാം എന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് സർക്കാരിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉത്തരവ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. അത് സ്കൂളിനും മാനേജ്മെൻറ്റിനും എതിരെ ആണ്. പെൺകുട്ടിയുടെ ഹിജാബ് വിലക്കുന്നത് മൗലിക അവകാശങ്ങളുടെ ലംഘനം എന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത്. അതേസമയം മറ്റു മതസ്ഥർ ചോദിക്കുന്ന ചോദ്യം, അവർക്കും ഇതുപോലെയുള്ള മതസ്വാതന്ത്ര്യം അനുവദിക്കുമോ? അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച വസ്ത്രധാരണവുമായി കുട്ടികൾ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് എത്തിയാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മതസ്വാതന്ത്ര്യം എന്നത് അനുവദിക്കുന്ന രാജ്യമാണ് നമ്മുടേത് എന്ന്. എന്നാൽ ആ സ്വാതന്ത്ര്യം എവിടെ വരെ എന്നതാണ് ചോദ്യം. അതൊരു തർക്ക വിഷയവുമാണ്. അതുകൊണ്ട് തന്നെ ചർച്ചകൾ തുടരട്ടെ. ന്യൂസ് അറ്റ് 9 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ഹിജാബ് തർക്കത്തിൽ റീത്ത സ്കൂളിനെതിരെ സർക്കാർ. ഹിജാബ് അനുവദിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി, കുട്ടിയെ പുറത്താക്കിയത് അവകാശ ലംഘനമെന്നും വിമർശനം. ശിരോവസ്ത്രം ഒഴിവാക്കാമെന്ന് സമ്മതിച്ച പെൺകുട്ടിയുടെ പിതാവ്. മാനേജ്മെന്റ് എന്താണ് പറയുന്നത് ആ തീരുമാനത്തിലേക്ക് ഞാൻ കൊണ്ടുവരും എന്റെ കുട്ടീനെ. ഇത് നാളെ ഒരിക്കലും ഇതൊരു കമ്മ്യൂണൽ ഇഷ്യൂ ആകരുത് എന്നുള്ള ഒരൊറ്റ ഇത്. വിവാദം തീവ്രവാദ സംഘടനകളുടെ ടെസ്റ്റ് ഡോസ് എന്ന് കത്തോലിക്ക ബിഷപ്പ് കോൺഫറൻസ്. ദേശീയ തലത്തിൽ വിഷയം ചർച്ചയാക്കി BJP. യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനയിൽ അതൃപ്തി പരസ്യമാക്കി അബിൻ വർക്കി. ക്രൈസ്തവനായതാണ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള അയോഗ്യതയെന്ന വൈകാരിക പ്രതികരണം. ഞാനതിലും പ്രത്യേക സമുദായക്കാരനായതുകൊണ്ടാണോ അങ്ങനെ ഒരു ഘടകമെന്ന് ചോദിച്ചാൽ നേതൃത്വമാണ് അതൊക്കെ വിശദീകരിക്കുന്നത്. ഞാൻ കരുതുന്നില്ല. കാരണം അങ്ങനെ ഒരു മതേതരത്വം പേർന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുമോ? ഇനി ഞാനൊരു ക്രിസ്ത്യാനി ആയതാണോ എൻ്റെ കുഴപ്പം? ദേശീയ സെക്രട്ടറി പദവി സ്വീകരിക്കില്ല, കേരളത്തിൽ പ്രവർത്തിക്കണമെന്ന അബിന്റെ ആവശ്യം തള്ളി നേതൃത്വം. കേരളത്തിലിരുന്ന് രാജ്യം മുഴുവൻ പ്രവർത്തിക്കാമെന്ന് KPCC അധ്യക്ഷൻ. മുഖ്യമന്ത്രിക്കെതിരെ വീണ്ടും മാത്യു കുഴൽനാടൻ MLA. മകന് ED നോട്ടീസ് അയച്ചിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. മകനും മകളും ED നോട്ടീസ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എങ്ങനെ സെറ്റിൽ ചെയ്തുവെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും മാത്യു കുഴൽനാടൻ. കേന്ദ്ര സർക്കാരിന് പിണറായി വിജയനോട് പ്രത്യേക സമീപനമെന്ന് K മുരളീധരൻ. കേരള കോൺഗ്രസ് സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുത്തേക്കുമെന്ന ന്യൂസ് 18 വാർത്ത സ്ഥിരീകരിച്ച മോൻസ് ജോസഫ്. ഭരണം പിടിക്കാൻ സീറ്റുകളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. മുന്നണി വിപുലീകരണത്തിൽ അടൂർ പ്രകാശിൻ്റേത് വ്യക്തിപരമായ അഭിപ്രായം. ആരുടെയും പുറകെ പോയി വരുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ടതില്ല എന്നും മോൻസ് ജോസഫ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വീണ്ടും നടപടി. ദേവസ്വം മരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് സസ്പെൻഷൻ. ഹൈദരാബാദിലെ ഗോൾഡ് കോട്ടിംഗ് സ്ഥാപനം കേന്ദ്രീകരിച്ചും അന്വേഷണം. UDF കാലത്തെ ഇടപാടുകളും അന്വേഷിക്കണമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. KPCCയുടെ വിശ്വാസ സംരക്ഷണ ജാഥയ്ക്ക് തുടക്കം. പേരാമ്പ്ര സംഘർഷത്തിൽ പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിൽ അന്വേഷണം. വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന. പുറത്തുവരുന്ന ദൃശ്യങ്ങൾ സൃഷ്ടിച്ചെടുത്തത് എന്ന് DCC നേതൃത്വം. പോലീസ് CPIMന്റെ തിരക്കഥ നടപ്പിലാക്കുന്നതായി പ്രവീൺ കുമാർ. വിവാദങ്ങൾക്ക് പിന്നാലെ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിവരവിന് വിജയ്. വെള്ളിയാഴ്ച കരൂരിലെത്തും.
ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ TVK ദത്തെടുക്കും. മെസ്സിയുടെ വരവിൽ സംശയം വേണ്ടെന്ന് സംഘാടകർ. കൊച്ചിയിലെ മത്സരം ഉപേക്ഷിക്കുമെന്ന അർജന്റീനിയൻ മാധ്യമ റിപ്പോർട്ട് തള്ളി ആൻഡോ അഗസ്റ്റിൻ. മൊറോക്കോയുമായി ആഫ്രിക്കയിൽ കളിക്കാനാണ് സാധ്യതയെന്ന റിപ്പോർട്ടിൽ ഇപ്പോഴും വ്യക്തതയില്ല. സ്വർണ്ണവില ലക്ഷത്തിനടുത്തേക്ക്. പവന് 94,360 രൂപ. ഇന്നുയർന്നത് 2,400 രൂപ. രാജ്യാന്തര വിപണിയിലും വർധന. കണ്ണൂർ ശ്രീകണ്ഠാപുരത്ത് ഇടിമിന്നലേറ്റ് 2 മരണം. മരിച്ചത് ചെങ്കൽക്കോറി തൊഴിലാളികളായ അസം ഒഡീഷ സ്വദേശികൾ. മലപ്പുറത്ത് മിന്നലേറ്റ 2 പേരിൽ ഒരാളുടെ നില ഗുരുതരം. സംസ്ഥാനത്ത് തുലാവർഷത്തിന് മുന്നോടിയായി മഴ കനക്കുന്നു. പാലക്കാട് കല്ലടിക്കോട് 2 പേർ വെടിയേറ്റു മരിച്ചു. മൃതദേഹങ്ങൾ കണ്ടത് മരുതുങ്കോട് സർക്കാർ സ്കൂളിന് സമീപം. നെന്മാറ സജിത വധക്കേസിൽ ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി. ശിക്ഷ മറ്റന്നാൾ. വെസ്റ്റ് ഇൻഡീസിനെതിരായ ടെസ്റ്റ് പരമ്പര തൂത്തുവാരി ഇന്ത്യ. 2ാം ടെസ്റ്റിൽ 7 വിക്കറ്റ് വിജയം. ക്യാപ്റ്റനായ ശേഷം ശുഭ്മാൻ ഗില്ലിന്റെ ആദ്യ കിരീട നേട്ടം. കുൽദീപ് യാദവ് കളിയിലെ താരം. രവീന്ദ്ര ജഡേജ പ്ലെയർ ഓഫ് ദി സീരീസ്. ഹിജാബ് വിവാദം തീരുന്നില്ല. എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ ഹിജാബ് ഇട്ടുവന്ന വിദ്യാർത്ഥിനിയെ പുറത്താക്കിയ സംഭവം ദേശീയ തലത്തിൽ ചർച്ചയാക്കി BJP. സ്കൂളിന് തെറ്റുപറ്റിയെന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രസ്താവന ചർച്ചയാക്കി ഉയർത്തുകയാണ് BJPയുടെ ലക്ഷ്യം. മന്ത്രി വി ശിവൻകുട്ടിയുടെ നിലപാടിനെതിരെ BJP ദേശീയ വക്താവ് ഷഹസാദ് പുനേവാല രംഗത്തെത്തിക്കഴിഞ്ഞു. വോട്ട് ബാങ്ക് നോക്കിയാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ തീരുമാനമെടുത്തത് എന്നും പുനേവാല പറഞ്ഞു. Suppose the Christian school, in order to break its own rules, go against what is there in the constitution, in the rules and laws, and to allow vote bank to prevail, to allow hijab to prevail above kitab, vote bank to prevail above rules and regulations. The Kerala government and education minister has directed the Christian school that they must allow the girl with the hijab inside the classroom. It was very clear as per the rules of the school that uniform dress code has to be followed. It was said during the admission process. The girl did not wear it for first 4 months. SDPI came and threatened the nuns. They threatened the educational institution and its teachers. But vote bank matters. And therefore, these people are now bullying the school in a way. Anyway, this is the true face of the left. They have done this even in the case of Munambam. At that time, they stood with the Waqf, which was encroaching upon the Christian community land. They have done this time and again. Soft corner for radicals, soft corner for terrorists, eulogizing Hamas, but against Bharat Mata, against Samvidhan, against rules. They stand for vote bank niti, not for Samvidhan niti. വിദ്യാർത്ഥിയെ ശിരോവസ്ത്രം ധരിച്ചതിന്റെ പേരിൽ ക്ലാസിൽ നിന്ന് പുറത്താക്കിയത് ഗുരുതരമായ കൃത്യവിലോപവും വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ലംഘനവും എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിദ്യാഭ്യാസ ഉപഡയറക്ടർ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. മൗലികമായ മതാചാര സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമായ നടപടിയാണ് സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വിദ്യാർത്ഥിനിക്ക് മതവിശ്വാസത്തിന്റെ ഭാഗമായ ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിൽ തുടർ പഠനം നടത്താൻ സ്കൂൾ അനുമതി നൽകണം. ശിരോവസ്ത്രത്തിന്റെ നിറവും ഡിസൈനും സ്കൂൾ അധികൃതർക്ക് തീരുമാനിക്കാമെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. വാർത്തയുടെ വിശദാംശങ്ങളുമായി TG സജിത്ത് ആണ് ചേരുന്നത്. സജിത്ത്, ഇതിൽ ആദ്യത്തേത് ഈ വിഷയം പൊതുവെ ചർച്ച ചെയ്ത് പരിഹരിച്ചു എന്നുള്ള ഒരു പ്രതികരണം നമുക്ക് ലഭിച്ചിരുന്നതാണ്. അത് ഹൈബി ഈഡൻ MP ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ടുള്ള പ്രതികരണമായിരുന്നു. മാത്രമല്ല, പെൺകുട്ടിയുടെ പിതാവ് വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഇതൊരു കമ്മ്യൂണൽ ഇഷ്യൂ ആക്കേണ്ടതില്ല. തൻ്റെ കുട്ടി അടുത്ത ദിവസം ആ സ്കൂൾ മാനേജ്മെൻറ്റ് എന്താണോ പറയുന്നത് അതിനനുസരിച്ചുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് എത്തിക്കൊള്ളാം എന്ന് വളരെ കൃത്യമായി പ്രതികരിച്ചതാണ്. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു ഉത്തരവ് ഇറങ്ങുന്നത്. സ്വാഭാവികമായും ഒരു സ്കൂളിൽ ഈ വിഷയം ഉണ്ടാകുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന് അതിൽ ഇടപെടേണ്ടതായി വരും. പക്ഷേ പരിഹരിക്കപ്പെട്ട ഒരു വിഷയത്തിന്മേൽ ഇത്തരത്തിലൊരു ഉത്തരവിറക്കുമ്പോൾ അതിലും ചില ലക്ഷ്യങ്ങളുണ്ടോ?
അതിനെ സർക്കാരിൻ്റെ സാങ്കേതികമായ ഉത്തരവ് എന്ന നിലയിൽ മാത്രം കണ്ടാൽ മതിയോ സജിത്? അഭിലാഷ്, ആ ചോദ്യം പ്രസക്തമാണ്. കാരണം ഇത് ഒരു സാങ്കേതിക ഉത്തരവ് എന്നതിനപ്പുറം അതിന് ചില രാഷ്ട്രീയ തീരുമാനങ്ങൾ കൂടി അതിനെ ബാധിച്ചിട്ടുണ്ട് എന്ന ഒരു നിഗമനമാണ് കൂടുതൽ ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷമാണ് സർക്കാർ ഈ തീരുമാനമെടുത്തത്. ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി എന്തു പറഞ്ഞു എന്നതിന് വളരെ വിരുദ്ധമാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ നിലപാടായി വാർത്താക്കുറിപ്പിലൂടെ പുറത്തു വരുന്നത്. സ്വാഭാവികമായും സർക്കാർ തലത്തിലുള്ള ചില ആലോചനകൾക്കൊടുവിൽ എടുത്ത തീരുമാനമായി തന്നെ നമുക്കതിനെ കാണേണ്ടി വരും. അവിടെ കുട്ടിയുടെ വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ ലംഘനവും ഭരണഘടനാ അവകാശങ്ങളുടെ ലംഘനവും അടക്കമുള്ള വിഷയങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത് എന്ന് മാത്രമല്ല, സ്കൂൾ മാനേജ്മെൻറ്റിന് ഗുരുതരമായ പിഴവ് പറ്റിയെന്ന കണ്ടെത്തൽ കൂടി മന്ത്രിയുടെ വാക്കുകളിലുണ്ട്. കുട്ടിക്ക് ഹിജാബ് ധരിച്ച് ആ സ്കൂളിൽ പ്രവേശനം അനുവദിക്കണം, എന്നാൽ ഹിജാബിൻ്റെ നിറവും അതിൻ്റെ ശൈലിയുമൊക്കെ മാനേജ്മെൻറ്റ് നിശ്ചയിക്കുന്നതനുസരിച്ച് കുട്ടി പാലിക്കണം എന്ന നിർദ്ദേശമാണ് വെക്കുന്നത്. അതായത് പൊതുവിൽ മാനേജ്മെൻറ്റ് നേർവിരുദ്ധമായ നിലപാട് തന്നെയാണ് സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്നതാണ് സാഹചര്യം. ഈ വിഷയം സങ്കീർണമാണ്. കാരണം അതിൽ ചില നിയമവശങ്ങളുണ്ട്. അതിനുമപ്പുറം അത് സമൂഹത്തിൽ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കുമോ എന്ന ആശങ്കയുള്ള വിഷയം കൂടിയാണ്. അതുകൊണ്ടാണ് ജാഗ്രതയോടെ ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുകയും പിന്നീട് അതിനെ ഒരു പ്രശ്നപരിഹാരം എന്ന രീതിയിൽ ആ കുട്ടിയുടെ പിതാവ് തന്നെ താൻ അത് അംഗീകരിച്ചുകൊണ്ട് കുട്ടിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കും, തിങ്കളാഴ്ച മുതൽ കുട്ടി സ്കൂളിൽ വരും എന്ന തീരുമാനമെടുക്കുകയും ചെയ്തു. പക്ഷേ മന്ത്രി അതിനുശേഷം ഇത്തരമൊരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കുന്നതോടുകൂടി വിഷയം കൂടുതൽ സങ്കീർണമാവുകയാണ് എന്ന് മാത്രമല്ല, ഈ വിഷയത്തിൽ ഇനി സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെയും ഒപ്പം കൂടുതൽ കത്തോലിക്ക ക്രൈസ്തവ സഭകളുടെ ഒക്കെ നിലപാട് പ്രസക്തമാവുകയും ചെയ്യുകയാണ്. സർക്കാർ തമ്മിലുള്ളൊരു നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് ഇത് പോകുമോ എന്നതുകൂടി പ്രസക്തമാണ്. കാരണം കുട്ടിയുടെ പിതാവ് അടക്കമുള്ളവർ ഈ വിഷയത്തിൽ പിന്നോട്ട് പോയ ശേഷവും സർക്കാർ ഇത്തരമൊരു കടുത്ത നിലപാട്, അവർക്ക് അനുകൂലമായൊരു നിലപാട് സ്വീകരിച്ചെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന നീക്കം നിർണായകമാണ്. നാളെ ഒരുപക്ഷേ ഈ വിഷയത്തെ ഏറ്റവും നിർണായകമാക്കുന്നത് ഈ കുട്ടിയുടെയും പിതാവിൻ്റെ അടക്കമുള്ള നിലപാടായിരിക്കും. കാരണം സർക്കാരിൻ്റെ ഈ നിലപാട് ഏറ്റെടുത്തുകൊണ്ട് തങ്ങളുടെ കുട്ടിക്കും ഹിജാബ് ധരിച്ച് സ്കൂളിൽ പോകണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവർ മുന്നോട്ട് വരുമോ, അതോ അതിനപ്പുറം ഇന്ന് നമ്മൾ കണ്ടതുപോലെ അതേ പ്രസ്താവനയിൽ ഉറച്ചു നിന്നുകൊണ്ട് തൻ്റെ കുട്ടി ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുന്നു, ഹിജാബ് ധരിച്ചല്ലാതെ സ്കൂൾ മാനേജ്മെൻറ്റ് പറഞ്ഞത് പ്രകാരം സ്കൂളിൽ പോകാൻ തയ്യാറാണ് എന്ന നിലപാട് സ്വീകരിക്കുമോ എന്നതാണ്. ഇതിൽ സർക്കാരിൻ്റെ നിലപാട് ഏറ്റെടുത്തുകൊണ്ട് ആ അവകാശവാദം അവർ മുന്നോട്ട് വെച്ചാൽ വിഷയം സങ്കീർണമാവുന്നു എന്ന് മാത്രമല്ല, അത് പുതിയ തരത്തിലുള്ള ഏറ്റുമുട്ടലിലേക്ക് പോകും. അത് ദേശീയ തലത്തിലേക്ക് തന്നെ ഈ വിഷയം മാറിക്കഴിഞ്ഞു എന്ന് വേണം. തീർച്ചയായും ആ ദേശീയ തലത്തിലെ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ വിഷയം ഏതാണ്ട് അവസാനിച്ച അധ്യായം എന്ന നിലയിലായിരുന്നു നമുക്ക് കാണേണ്ടതായി വരുന്നത്. കാരണം സ്കൂളിൻ്റെ നിയമാവലി അംഗീകരിക്കുന്നുവെന്ന് ഈ കുട്ടിയുടെ പിതാവ് അനസ് പറയുകയുണ്ടായി. ഹൈബി ഈഡൻ എംപിയുടെയും DCCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിൻ്റെയും മധ്യസ്ഥതയിൽ രക്ഷിതാവും സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികളും തമ്മിൽ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമായിരുന്നു ഈ പ്രതികരണം. നമുക്ക് ആ പ്രതികരണം കൂടി കേട്ട ശേഷം സജിത്തിലേക്ക് വരാം. എല്ലാം ക്ലിയർ കട്ടായിട്ട് യൂണിഫോം അംഗീകരിക്കാനായിട്ട് ഇപ്പൊ മറ്റു വിഷയങ്ങളിലേക്ക് കടക്കാതിരിക്കാൻ അത് സമൂഹത്തിന്റെ ഒരു ആവശ്യകതയായിട്ട് ഞാൻ അത് ഏറ്റെടുത്തിട്ട് എന്റെ കുട്ടീനെ ഞാൻ ഇവിടുത്തെ മാനേജ്മെന്റ് എന്താണോ പറയുന്നത് ആ തീരുമാനത്തിലേക്ക് ഞാൻ കൊണ്ടുവരും എന്റെ കുട്ടീനെ. ഇത് നാളെ ഒരിക്കലും ഇതൊരു കമ്മ്യൂണൽ ഇഷ്യൂ ആകരുത് എന്നുള്ള ഒരൊറ്റ ഇത് വർഗീയ പരാമർശം പറയുന്ന ആളുകൾക്ക് യാതൊരുവിധ സ്പേസും ഞാൻ ഇവിടെ കൊടുക്കുന്നതല്ല. നിലവിൽ നാളെ സ്കൂളിൽ വരുന്നുണ്ട്. യെസ്, ഇതായിരുന്നു ആ കുട്ടിയുടെ അച്ഛൻ്റെ പ്രതികരണം. മാത്രവുമല്ല, ഈ ഹിജാബ് ഇല്ലാതെ കുട്ടിയെ പഠിപ്പിക്കാൻ പിതാവ് തയ്യാറായതോടെ വിഷയം സമവായത്തിലെത്തിയെന്നും ഈ വിഷയം അത് അടഞ്ഞൊരു അധ്യായമാണ് എന്നും ഹൈബീഡൻ പറഞ്ഞു വെച്ചു. മാത്രവുമല്ല, BJP RSS ശക്തികൾ ബോധപൂർവം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചുവെന്നും വർഗീയമായി ഭിന്നിപ്പുണ്ടാക്കാൻ ആരെയും അനുവദിക്കില്ല എന്നും കൂടി ഹൈബീഡൻ വ്യക്തമാക്കിയിരുന്നു. ചില ശക്തികൾ ഈ സ്കൂൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. വർഗീയപരമായ ഭിന്നിപ്പ് എന്ന് പറയുമ്പോൾ ചില ആളുകൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കല്ല് കൊത്താനുണ്ടോ കല്ല് എന്ന് പറയുന്നത് പോലെ കേരളത്തിൽ എവിടെയൊക്കെയാണ് സ്കൂളുകളിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ വിഷയങ്ങൾ ഉണ്ടാക്കുന്നത്, അത് മതസ്പർദ്ധ വരുത്തി അതിന് ജാതീയതയുടെയും വർഗീയതയുടെയും നിറം നൽകി അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ്. അതൊരു കാരണവശാലും കേരളത്തിൻ്റെ മണ്ണിൽ വിലപ്പോവില്ല. പള്ളൂരുത്തി എന്ന് പറയുന്നത് എല്ലാ ജാതി മതവിഭാഗങ്ങളിലെയും ആളുകൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെന്ന് പറയുന്നത് ക്രൈസ്തവ മിഷണറിമാരെന്ന് പറയുന്നത് അവരെക്കാലവും യാതൊരു ഭിന്നിപ്പുമില്ലാതെ എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിക്കുന്നത്. അതുപോലെ തന്നെയാണ് മറ്റു വിഭാഗങ്ങളും, മുസ്ലിം വിഭാഗങ്ങളും എല്ലാം അവിടെ എല്ലാ മതങ്ങളിലെയും കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഒരു വേർതിരിവോ ഭിന്നിപ്പോ ഉണ്ടായിട്ടില്ല. ഇവിടെ കുട്ടിയുടെ പിതാവ് അനസ് തന്നെ മുന്നോട്ട് വന്നിട്ടുള്ളത്
ഈ സ്കൂളിന്റെ നിയമാവലികൾ പാലിച്ചുകൊണ്ട് യെസ്, ഈ സ്കൂളിൽ തന്നെ അതായത് കുട്ടിയുടെ പിതാവ് തന്നെ ഇക്കാര്യം സമ്മതിച്ചിരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ഇനി ഇതിനൊരു വർഗീയ നിറം ചേർക്കേണ്ടതില്ല എന്ന് MP പറയുന്നു. ഇതിന് പിന്നാലെ ആണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ് പുറത്തു വന്നിട്ടുള്ളത്. മാത്രമല്ല BJP ഈ ഉത്തരവിനെ ആയുധമാക്കി മാറ്റുകയാണ്. അവിടെ സജിത്ത മുനമ്പം കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് പുനേവാല എന്നതുകൂടിയാണല്ലോ എടുത്തു പറയേണ്ടത്. അപ്പോൾ ഹൈബീഡൻ നേരത്തെ തന്നെ പറഞ്ഞു വെക്കുന്നു, ഇതിനെ വർഗീയപരമായ ഒരു ചേരിതിരിവിന് സാധ്യതയുണ്ടാക്കുന്നുണ്ട്. അത്തരം ആക്ഷേപങ്ങൾ ഇനി രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിവിടെ അവസാനിപ്പിക്കാം, ഇവിടെ അവസാനിച്ചു എന്ന് പറയുകയാണ്. അതിന് പിന്നാലെയാണ് ഉത്തരവ് വന്നത്. ആ ഉത്തരവിനെ കൂടി ഏറ്റെടുക്കുകയാണല്ലോ BJP. അതാണ് പ്രസക്തമായ കാര്യം. BJP ദേശീയ തലത്തിൽ ഈ വിഷയത്തെ ചർച്ചയാക്കുന്നതിന് പിന്നിലും അതാണ്. മുനമ്പമടക്കമുള്ള വിഷയങ്ങൾ ക്രിസ്തീയ സമൂഹത്തിൻ്റെ ഭൂമി പിടിച്ചെടുത്ത് അത് മുസ്ലിം സമുദായത്തിന് കൊടുക്കാനുള്ള സർക്കാരിന് താല്പര്യമുണ്ടായിരുന്നു. സമാനമായി ഇവിടെയും SDP അടക്കമുള്ള വർഗീയ സംഘടനകൾക്ക് വേണ്ടി സർക്കാർ വഴങ്ങിക്കൊടുക്കുന്നു, അവർക്ക് അവസരം കൊടുക്കുന്നു എന്ന ആക്ഷേപമാണ് ഇതിൽ BJP ഉന്നയിക്കുന്നത്. കേരളത്തിലെ സർക്കാരിൻ്റെ ഒരു പൊതു നിലപാടാണ് ഇത് എന്നുകൂടി പറയുന്നു. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള കളിയാണ് ഇതെന്ന ആക്ഷേപം കൂടി BJP ഉന്നയിക്കുകയും ഉണ്ടായോ എന്ന ചോദ്യം പ്രസക്തമാണ്. കാരണം സർക്കാരിനെ സംബന്ധിച്ച് ഈ തർക്കത്തിനും അതിൻ്റെ നിയമവാദങ്ങൾക്കും അപ്പുറം അവിടെ സമൂഹത്തിലെ ചേരിതിരിവ് വരുന്ന തരത്തിലേക്ക് ഈ പ്രശ്നം മാറാതിരിക്കാനുള്ള ജാഗ്രത കാട്ടലാണ് ഉണ്ടാവേണ്ടിയിരുന്നത്. പക്ഷേ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ ചില നിലപാട് പ്രഖ്യാപനമൊക്കെ ആ തരത്തിലേക്കാണോ ഉണ്ടാവുന്നത് എന്നത് ചോദ്യമാണ്. അത് സ്വാഭാവികമായും നാളെ അതിൻ്റെ തുടർ പ്രതിഫലനങ്ങൾ വരുമ്പോഴാണ് നമുക്കതിൻ്റെ കൃത്യമായൊരു ചിത്രത്തിലേക്ക് വരാൻ കഴിയും. എന്തായാലും സർക്കാർ അല്പം ജാഗ്രത കുറവ് ഇക്കാര്യത്തിൽ കാട്ടിയോ എന്ന ചോദ്യമുണ്ട്. കാരണം മന്ത്രിയുടെ വാക്കുകൾ പൂർണ്ണമായും ഒരു സൈഡ്, ഒരു വശം മാത്രം പറയുന്ന രീതിയിലേക്കാണ് വരുന്നത്. മാനേജ്മെൻറ്റുകളെ സംബന്ധിച്ച് തങ്ങൾക്ക് അനുകൂലമായ കോടതി വിധികളുണ്ട്, അതിൻ്റെ അനുകൂലമായ നിലപാടിൽ നിന്നുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത് തുടങ്ങിയ വാദങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ അതൊരു പുതിയ ഏറ്റുമുട്ടലിലേക്ക് മാറും. ദേശീയ തലത്തിൽ തന്നെ ഇത് പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായി മാറുകയും ചെയ്യും. നേരത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ കണ്ടതിന് സമാനമായ ഒരു വിഷയമായി കേരളത്തിലും ഈ ഹിജാബ് വിഷയം മാറുമോ എന്നതാണ് പ്രസക്തം. നാളത്തെ ഒരു പകൽ ദിനത്തെ നിർണായകമാക്കുന്നത് ഒന്ന്, ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ നിലപാട് ഏറ്റെടുത്തുകൊണ്ട് ആ കുട്ടിയുടെ മാതാപിതാക്കൾ അത് തങ്ങളുടെ അവകാശവാദമായി ഉന്നയിച്ചുകൊണ്ട് പുതിയൊരു നിലപാടെടുത്താൽ അത് തർക്ക വിഷയമായി മാറും. ഒന്ന്. രണ്ടാമത്, ഈ മന്ത്രിയുടെ നിലപാടിനെതിരെ സ്കൂൾ മാനേജ്മെൻറ്റുകളും പിന്നീട് കത്തോലിക്ക ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളുമൊക്കെ സർക്കാരിനെതിരായ നിലപാട് നീക്കമായി മാറിയാൽ അത് മറ്റൊരു നീക്കമായി മാറും. മറ്റൊന്ന്, പള്ളുരുത്തി സെൻറ്റ് റീത്ത സ്കൂളിന് പുറമെ മറ്റ് സ്കൂളുകളിലേക്ക് കൂടി ഈ വിഷയം ബാധിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളഞ്ഞുകൂടാ. അങ്ങനെയെങ്കിൽ അതുണ്ടാക്കുന്ന ചേരിതിരിവ് മറ്റൊരു തരത്തിലാണ്. ഇനിയുമുള്ള ഒരു ഘടകം, ഈ സാധ്യതകളെ ഉപയോഗപ്പെടുത്താനുള്ള വർഗീയ ശക്തികളും വർഗീയ താല്പര്യമുള്ള രാഷ്ട്രീയ സംവിധാനങ്ങളും ബദൽ സംവിധാനങ്ങളും സംഘടനകളും ഒക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇവർക്കൊക്കെ വളം വെച്ച് കൊടുക്കുന്ന ഒരു നീക്കമായി പോവില്ലേ ഇതെന്ന വിഷയം കൂടി നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് നാളത്തെ ഒരു പകൽ ദിനം നിർണായകമാണ്. ഈ വിഷയത്തിൽ സർക്കാർ നിലപാട് തിരുത്തുമോ? നാളെ വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയത്തിൽ കൂടുതൽ വിശദീകരണം നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. യെസ്, ഇതോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട ഒന്നാണ്, ഇതിൽ കോടതിയുടെ ഇടപെടൽ ഇനി എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഇടക്കാല ഉത്തരവനുസരിച്ച് അടുത്ത ദിവസം തന്നെ സ്കൂൾ തുറന്ന് പ്രവർത്തിക്കണം, എല്ലാ തരത്തിലുമുള്ള സുരക്ഷയും ഒരുക്കണം എന്ന് കോടതി വ്യക്തമാക്കിയ സാഹചര്യം കൂടിയുണ്ട്. സ്കൂൾ യൂണിഫോം ധരിക്കുന്നത് സംബന്ധിച്ച് തീരുമാനം പാലിക്കാൻ എല്ലാ വിദ്യാർത്ഥികളും ബാധ്യസ്ഥരാണ് എന്നും ഒരു കുട്ടി മാത്രം അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുമായിരുന്നു മാനേജ്മെൻറ്റിൻ്റെ വാദം. ഈ വാദത്തോട് ഇനി കോടതിയുടെ നിലപാട് എന്തായിരിക്കും എന്നതുകൂടി വ്യക്തമാകേണ്ടതുണ്ട്. ഒപ്പം നേരത്തെ സജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ വിഷയത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെ വിലയിരുത്തും, അവരുടെ പ്രതികരണം എന്താകും എന്നതും നമുക്ക് നാളെ അറിയാം. അതേസമയം കോൺഗ്രസിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിൽ അബിൻ വർക്കി കടുത്ത അതൃപ്തിയിലാണ്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ലഭിക്കാത്തതിലാണ് ഈ അതൃപ്തി അബിൻ വർക്കി പരസ്യമാക്കുന്നത്. കേരളത്തിൽ പ്രവർത്തിക്കാനാണ് ആഗ്രഹമെന്നും അതിന് അനുവദിക്കണം എന്നുമാണ് നേതാക്കളോട് അബിൻ്റെ അഭ്യർത്ഥന. വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ അനുവദിക്കണമെന്ന് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടുവെന്നും അബിൻ വർക്കി ന്യൂസ് 18നോട് പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കിയാണ് നമ്മോടൊപ്പം ഉള്ളത്. പുതിയ സ്ഥാനലബ്ധി ലഭിച്ചിരിക്കുന്നു. പക്ഷേ സോഷ്യൽ മീഡിയയിലുമൊക്കെ വരുന്നത് 19,000 വോട്ട് കിട്ടിയ ആൾ പ്രസിഡന്റ് ആവുക, 1,70,70,000 വോട്ട് ലഭിച്ചയാൾ കേരളത്തിൽ നിന്ന് പോവുക. യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ശ്രീ രാഹുൽ ഗാന്ധി തുടങ്ങി വെച്ചൊരു തെരഞ്ഞെടുപ്പ് രീതിയായിരുന്നു. അത് പല ഘട്ടങ്ങളിലായി നടന്നു. ആദ്യത്തെ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 2009-ലാണ്. അന്ന് ശ്രീ PC വിഷ്ണുനാഥാണ് പ്രസിഡന്റായി വിജയിച്ചു വരുന്നത്. അന്ന് ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലം ഭാരവാഹിയായി തെരഞ്ഞെടുപ്പിലൂടെ കടന്നു വന്നയാളാണ്. ഞാൻ യൂത്ത് കോൺഗ്രസിൽ ഇപ്പോൾ ഒരു സംസ്ഥാന ഉപാധ്യക്ഷനാവുന്നതും തെരഞ്ഞെടുപ്പിലൂടെയാണ്. KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡന്റ് തൊട്ട് NSUവിൻ്റെ ദേശീയ സമിതി അംഗം വരെ തെരഞ്ഞെടുപ്പിലൂടെ വന്നതാണ്. അപ്പോൾ അതൊരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ നമ്മൾ മത്സരിക്കുകയും അതിൽ വാശിയോടുകൂടി മത്സരിക്കുകയും ഒക്കെ ചെയ്തു. നമുക്കൊരു സ്ഥാനമാനങ്ങൾ കിട്ടി.
പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മൾ പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല. അതൊരു ഇൻ്ററിമായിട്ടുള്ള ഒരു കാര്യമാണ് വന്നത്. ആ ഘട്ടത്തിൽ പാർട്ടി പല ഘടകങ്ങൾ കൂടിയാലോചിച്ചായിരിക്കണം ഈ തീരുമാനങ്ങൾ എടുത്തത്. പാർട്ടി തീരുമാനം പൂർണ്ണമായിട്ടും അവർ പല ഘടകങ്ങൾ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. പക്ഷേ ഞാൻ എൻ്റെ ഒരു അഭ്യർത്ഥന പാർട്ടി നേതൃത്വത്തോട് ഞാൻ വെച്ചിട്ടുള്ളത്, ഈ ഇത്ര സുപ്രധാനമായ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരികയാണ്. ഞങ്ങൾ ഇത്രയും കാലം നമ്മൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഈ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വലിയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ആശയ സമരങ്ങളും സംവാദങ്ങളും ഒക്കെ നടത്തിയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇത്ര സുപ്രധാനമായ ഒരു 5 മാസ കാലയളവിൽ എനിക്ക് കേരളത്തിൽ പ്രവർത്തനം തുടരാനുള്ള ഒരു അനുമതി നൽകണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഞാൻ പാർട്ടി നേതൃത്വത്തിന് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ഒരു ആശയം തന്നെ അട്ടിമറിക്കപ്പെടുകയല്ലേ? ലക്ഷക്കണക്കിന് സാധാരണ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് എനിക്ക് വേണ്ടി വോട്ട് ചെയ്തത്. അറിയാലോ, 1,70,000 വോട്ട്. അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രവർത്തകർ തന്നതാണ്. അപ്പോൾ അവരുടെ എല്ലാ വിധത്തിലുള്ള പ്രതീക്ഷകളുടെയും വലിയ ഇത് തേരിലേറിയാണ് ഞാൻ ഉപാധ്യക്ഷ പദവിയിൽ പ്രവർത്തിച്ചത്. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി, ഞാനൊരു സാധാരണ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്ന് എന്നെക്കൊണ്ടാവതോ എന്തൊക്കെയുണ്ടോ ഈ പാർട്ടിക്ക് കൊടുക്കാൻ അത് മുഴുവൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ ദേശീയതലത്തിൽ പ്രവർത്തിക്കാൻ ഒരു അവസരം തന്നു എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമാണ്. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അത് കേരളത്തിൽ എനിക്ക് പ്രവർത്തിക്കാനുള്ള ഒരു നഷ്ടമായിരിക്കും. അതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ആ ഒരു ഘട്ടത്തിൽ തനിക്ക് കേരളത്തിൽ ഫോക്കസ് ചെയ്യണമെന്നാണ് അബിൻ വർക്കി പറയുന്നത്. പക്ഷേ അബിൻ വർക്കിയുടെ നിയമനം നേതൃത്വം പുനഃപരിശോധിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കേരളത്തിലിരുന്ന് രാജ്യം മുഴുവൻ പ്രവർത്തിക്കാമെന്നാണ് ഈ വിഷയത്തോട് KPCC അധ്യക്ഷൻ തന്നെ പ്രതികരിച്ചത്. എല്ലാ വശങ്ങളും പരിശോധിച്ചാണ് പാർട്ടി തീരുമാനമെടുത്തത് എന്നും അതെല്ലാവരും അംഗീകരിക്കണമെന്നും PJ കുര്യനും ആവശ്യപ്പെട്ടു. കേരളത്തിൽ നിന്നുകൊണ്ട് രാജ്യം മുഴുവൻ പ്രവർത്തിക്കാമല്ലോ, അതിനെന്താ കുഴപ്പം? കേരളത്തിൽ നിൽക്കട്ടെ, തീരുമാനത്തിൽ മാറ്റമില്ല. KC വേണുപോലെ കേരളത്തിലുണ്ട്, ഇന്ത്യയിലൊട്ടാകെയുണ്ട്. അത് കോൺഗ്രസില് ഒരു വ്യക്തിയല്ല പ്രാധാന്യമുള്ളത്, പാർട്ടിയാണ്. പാർട്ടി എടുക്കുന്ന തീരുമാനം എല്ലാ ആസ്പെക്റ്റും പരിഗണിച്ചിട്ടാണ്, എല്ലാ വശങ്ങളും പരിഗണിച്ചിട്ടാണ് പാർട്ടി തീരുമാനം എടുക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന് നല്ല ചെറുപ്പക്കാരായ 4 പേരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അത് കോൺഗ്രസ്സുകാരെല്ലാം അംഗീകരിക്കും. ഞാനതിനെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുകയാണ്. യൂത്ത് കോൺഗ്രസിൽ രാഹുൽ ഗാന്ധി മുൻകൈയെടുത്ത് നടപ്പിലാക്കിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയ, ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കപ്പെട്ടു എന്ന പരോക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് അബിൻ വർക്കി മാധ്യമങ്ങളോട് തന്റെ അമർഷം പരസ്യമാക്കിയത്. 1,70,000 വോട്ടുകൾ നേടി തെരഞ്ഞെടുപ്പിൽ രണ്ടാമതെത്തിയത് താനായിരുന്നു. പക്ഷേ തന്നെ മാറ്റിക്കൊണ്ട് 19,000 വോട്ടുകൾ മാത്രം നേടിയ ഒരാളെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുകയും സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗമായിരുന്ന തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറിയായി മാറ്റുകയും ചെയ്തതിൽ അബിൻ വർക്കിക്കുള്ള അമർഷം, വിയോജിപ്പ് അത് പാർട്ടി പ്രവർത്തകർക്കും പാർട്ടി നേതൃത്വത്തിനും ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ ആണ് അത് പരസ്യമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഐ ഗ്രൂപ്പിലെ മുതിർന്ന നേതാക്കളും അബിൻ വർക്കിയും യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെയും കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനെയും അവരുടെ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദേശീയ നേതൃത്വം ഈ വിഷയത്തിൽ ഏത് തരത്തിലായിരിക്കും ഇനി ഒരു നിലപാടെടുക്കുക എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പുനഃസംഘടന വരാനിരിക്കുകയാണ്. ആ പുനഃസംഘടനയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രാതിനിധ്യം അബിൻ വർക്കി ഉൾപ്പെടെയുള്ളവർക്ക് നൽകിക്കൊണ്ട് പ്രശ്നപരിഹാരത്തിലൊരു നീക്കമുണ്ടാകുമോ, അതോ അതിനപ്പുറത്തേക്ക് അബിൻ അഭ്യർത്ഥിച്ചിരിക്കുന്നതനുസരിച്ച് സംസ്ഥാനത്ത് തന്നെ പ്രവർത്തിക്കാനുള്ള സാഹചര്യം അബിന് നൽകുമോ, അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ദേശീയ നേതൃത്വം തയ്യാറാകുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. ഒരു കാര്യം ഉറപ്പാണ്, അബിൻ വർക്കി മാത്രമല്ല ഈ ഒരു നീക്കത്തിന് പിന്നിൽ അബിൻ വർക്കിയെ പിന്തുണയ്ക്കുന്ന ഐ ഗ്രൂപ്പിലെ മുതിർന്ന നേതാക്കളും പാർട്ടി ഇതുമായി ബന്ധപ്പെട്ടെടുത്തിരിക്കുന്ന തീരുമാനത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ദേശീയ നേതൃത്വത്തെ അവരുടെ നിലപാട് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായൊരു ഇടപെടൽ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നതും. അതിനിടയിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണമാണ് ശ്രദ്ധേയമായി മാറിയിരിക്കുന്നത്. അതായത് KC വേണുഗോപാലിനെ പോലെ കേരളത്തിൽ ഇരുന്നുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ കാര്യം കൂടി നോക്കാൻ കഴിയുന്ന ഒരു പദവിയിലേക്കാണ് അബിനെ പരിഗണിച്ചിരിക്കുന്നത് എന്ന് KPCC അധ്യക്ഷൻ തന്നെ പറഞ്ഞു വെക്കുന്നതിലൂടെ അബിൻ മുമ്പോട്ട് വെച്ചിരിക്കുന്ന അമർഷത്തിൽ കഴമ്പില്ല എന്നൊരു നിലപാട് KPCC അധ്യക്ഷൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന ആ ഒരു വിലയിരുത്തലാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പാർട്ടിക്കോ പാർട്ടി പ്രവർത്തകർക്കോ വൈകാരികമായ ഒരു പ്രയാസം ഉണ്ടാക്കാത്ത തരത്തിൽ അബിൻ വർക്കി തന്റെ നിലപാട് ഏറ്റവും മാന്യമായ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ.
അതുകൊണ്ട് തന്നെ ഇത് ഒരു ആദ്യഘട്ട പ്രതികരണമായി മാത്രം വ്യാഖ്യാനിച്ചാൽ മതി. അതിനപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ കൃത്യമായൊരു ഇടപെടൽ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരിക്കുകയോ അബിൻ മുമ്പോട്ട് വെക്കുന്ന അഭ്യർത്ഥന മാനിക്കാതിരിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ ഒരുപക്ഷെ കുറച്ചുകൂടി കടുത്ത ഭാഷയിൽ അബിൻ വർക്കിയോ അല്ലെങ്കിൽ അബിനെ പിന്തുണയ്ക്കുന്ന ഐ ഗ്രൂപ്പിലെ മുതിർന്ന നേതാക്കളോ പരസ്യ പ്രതികരണവുമായി രംഗത്തെത്താൻ തന്നെയാണ് സാധ്യത. യെസ്, അതാണ് ഇനി അറിയേണ്ടത്, ആരൊക്കെയാണ് പരസ്യ പ്രതികരണവുമായി എത്തേണ്ടത് എന്ന്. അതേസമയം സർക്കാരിനെതിരെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെ പരസ്യ പ്രതികരണവുമായി നേതാക്കൾ വരുന്നുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ മകന് ED സമൻസ് അയച്ചു എന്ന വിഷയത്തിലാണ്. ഇന്നത്തെ പഞ്ച് ഡയലോഗിൽ മാത്യു കുഴൽനാടന്റെ പ്രതികരണമാണ് മുഖ്യമന്ത്രിക്കെതിരായ ആ പ്രതികരണം. മുഖ്യമന്ത്രിയുടെ മകന് ED നോട്ടീസ് അയച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നാണ് മാത്യു കുഴൽനാടൻ ആവശ്യപ്പെടുന്നത്. ഇല്ല എങ്കിൽ മാനനഷ്ട കേസ് കൊടുക്കില്ലേ എന്നാണ് ചോദിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മറുപടി വിചിത്രമാണ്. മുഖ്യമന്ത്രിയുടെ മകനും മകളും ED നോട്ടീസ് നേരിട്ടിട്ടുണ്ട്, പക്ഷേ പിന്നീട് അതെങ്ങനെ സെറ്റിൽ ചെയ്തു എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് കൂടി ആവശ്യപ്പെടുകയാണ് മാത്യു കുഴൽനാടൻ. മകൻ്റെ ED നോട്ടീസ് സംബന്ധിച്ച് വിചിത്രമായ പ്രതികരണവും മറുപടിയുമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. നിങ്ങളുടെ മകന് നേരെ ED നോട്ടീസ് അയച്ചിരുന്നോ ഇല്ലയോ? മകന് നോട്ടീസ് ED അയച്ചിട്ടില്ല, അങ്ങനെ ഒരു സംഭവമില്ല എന്ന് ഉറപ്പുണ്ട് എങ്കിൽ മാനനഷ്ട കേസ് കൊടുക്കാൻ അങ്ങ് തയ്യാറാകണം. അങ്ങ് അഭിമാനം കൊള്ളുന്ന മക്കളുടെ അഭിമാനം സംരക്ഷിക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും അങ്ങേക്കില്ലേ? അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഈ വാർത്ത തെറ്റാണ് എന്ന് നിഷേധിച്ച് അടിസ്ഥാനരഹിതമാണ്, അല്ലെങ്കിൽ വ്യാജമാണ്, കളവായ വാർത്തയാണ്, എൻ്റെ മക്കളെ തേജോവധം ചെയ്യാൻ വേണ്ടി ഇതുപോലുള്ള വാർത്ത പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങൾക്കെതിരെ അങ്ങ് നടപടി എടുക്കാൻ തയ്യാറാകണം. അതില്ല എങ്കിൽ അങ്ങ് പയർ എത്ര എന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പാറുന്ന പോലുള്ള ഡയലോഗുകളൊന്നും കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാമെന്ന് ധരിക്കരുത്. എന്തായാലും മാത്യു കുഴൽനാടന്റെ ഈ പഞ്ച് ഡയലോഗിനോട് ചേർത്ത് വെക്കാവുന്ന മറ്റൊരു പ്രതികരണമുണ്ട്. അതും കോൺഗ്രസ് നേതാവ് K മുരളീധരൻ്റെതാണ്. രാജ്യത്ത് പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്ന കേന്ദ്ര സർക്കാർ പിണറായി വിജയനോട് മറ്റൊരു സമീപനം കൈക്കൊള്ളുന്നു എന്നാണ് K മുരളീധരൻ പറയുന്നത്. ഇന്ത്യ സഖ്യത്തിലെ മുഖ്യമന്ത്രിമാർക്ക് പോലും രക്ഷയില്ലാത്തൊരു കാലഘട്ടത്തിൽ ഇന്ത്യ സഖ്യത്തിലുണ്ട് എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി, അദ്ദേഹം അംഗീകരിച്ചിട്ടില്ല, പക്ഷെ എന്നാലും ഇന്ത്യ സഖ്യത്തിൻ്റെ ലിസ്റ്റിലെ മുഖ്യമന്ത്രിമാരുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ട്. അങ്ങനെയുള്ള മുഖ്യമന്ത്രിയുടെ മകൻ്റെ മുമ്പിൽ എന്തിനാണ് ED ഇത്ര ഭയപ്പെട്ട് നിൽക്കേണ്ട ആവശ്യം എന്താ? ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഗൾഫ് യാത്രയ്ക്ക് അനുമതി നിഷേധിച്ചു എന്നൊക്കെ ആദ്യം പറഞ്ഞല്ലോ, ഇപ്പോൾ അനുമതിയുണ്ട്. സൗദിയിലേക്ക് അനുമതിയില്ല എന്ന് അതും കിട്ടും. അതല്ലേ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് എല്ലാ കാര്യത്തിലും ശുഭാപ്തി വിശ്വാസം എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താ? കേന്ദ്രത്തിലെ നരേന്ദ്രമോദിയിൽ പിണറായി വിജയന് നല്ല വിശ്വാസമുണ്ട്. അതാണ് ഈ EDയുടെ സമൻസ് ആവിയായി പോയത്. സർക്കാരുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ മറച്ചുവെക്കുന്നതിന്, പ്രത്യേകിച്ച് ശബരിമല വിഷയത്തിലടക്കം മറ്റു വാർത്തകൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഷാഫിക്കെതിരായ പോലീസ് നടപടി എന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം. അതുമായി ബന്ധപ്പെട്ട് പേരാമ്പ്ര സംഘർഷത്തിൽ പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ്. വിവിധ വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിൽ സംഭവസ്ഥലത്ത് പരിശോധന നടത്തി. അതേസമയം പുറത്തുവരുന്ന ദൃശ്യങ്ങൾ സൃഷ്ടിച്ചെടുത്തത് എന്നാണ് DCC നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ പ്രതികരണം. പോലീസ് CPIMന്റെ തിരക്കഥ നടപ്പിലാക്കുകയാണ് എന്ന് പ്രവീൺ കുമാർ ആരോപിച്ചു. പേരാമ്പ്രയിലെ സംഘർഷങ്ങളുടെ തുടക്കത്തിൽ UDF പ്രവർത്തകനായ യുവാവ് പോലീസിനെതിരെ അസഭ്യവർഷം നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് UDF പ്രവർത്തകർ നിൽക്കുന്ന ഭാഗത്തു നിന്നും പോലീസുകാർ നിൽക്കുന്ന ഭാഗത്തേക്ക് സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞത്. ഇതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പേരാമ്പ്ര സർക്കിൾ ഇൻസ്പെക്ടർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. തിരിച്ചറിയാൻ കഴിയാത്ത ആളുകളാണ് അക്രമം നടത്തിയതെന്ന് പറയുന്നു. പോലീസുകാരുടെ ജീവന് ഹാനി വരുത്തണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സ്ഫോടക വസ്തു പോലീസുകാരുടെ ഭാഗത്തേക്ക് എറിഞ്ഞതെന്നും FIRൽ വ്യക്തമാക്കുന്നു. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഈ കണ്ടുപിടുത്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം സംഭവത്തിൽ വിശദമായ അന്വേഷണം പോലീസ് ആരംഭിച്ചിരിക്കുന്നത്. സംഭവം നടന്ന പേരാമ്പ്ര ടൗണിൽ പോലീസ് ബോംബ് സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ്, ഫോറൻസിക് വിദഗ്ധർ എന്നിവരുടെ സഹായത്തോടുകൂടി പരിശോധന നടത്തി. സ്ഫോടക വസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ സ്ഥലത്തു നിന്നും ലഭിച്ചതായാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. എന്നാൽ സ്ഫോടക വസ്തു എറിഞ്ഞു എന്ന തിരക്കഥ CPIMൻ്റേതാണ്. ഇതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. മനഃപൂർവ്വം UDF പ്രവർത്തകരെ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നു. ദൃശ്യങ്ങൾ വ്യാജമാണ് എന്നുമാണ് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ പറയുന്നത്. ഒരു CPM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. ഈ കാര്യങ്ങളൊക്കെ CPMനും പോലീസിനും സർക്കാരിനും എതിരായി മാറുന്നുവെന്ന് കണ്ടപ്പോൾ
UDF പ്രവർത്തകർ പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞുകൊണ്ട ആരോപണം ആദ്യം ഉന്നയിക്കുന്നത്. സംഭവം നടന്ന് 3-ാം ദിവസം ഉന്നയിച്ച ഈ ആരോപണത്തിന്റെ തിരക്കഥയിൽ ഇപ്പോൾ പോലീസ് അഭിനയിക്കുകയാണ്. CPM തിരക്കഥയിൽ പോലീസ് അഭിനയം നടത്തുന്ന കാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. പേരാമ്പ്രയിലെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ തുടർച്ചയായി നടന്ന റാലികളോടനുബന്ധിച്ചാണ് ഈ LDF UDF പ്രവർത്തകർ നഗരത്തിൽ തമ്പടിക്കുകയും പോലീസും UDF പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടാവുകയും ചെയ്തു. ഇതിൽ പരിക്കേറ്റ ഷാഫി പറമ്പിൽ MP കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയും കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി DGPക്ക് പരാതി നൽകിയിരുന്നു. പോലീസുകാർക്കെതിരെ നടപടിയെടുത്തെങ്കിൽ 5 ദിവസം കാത്തിരിക്കും. ഇതിനുശേഷം റൂറൽ SP-യുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തും, അവിടെ ഉപരോധം സംഘടിപ്പിക്കുമെന്ന മുന്നറിയിപ്പും കോൺഗ്രസ് നൽകിയിട്ടുണ്ട്. എന്തായാലും സ്ഫോടക വസ്തു എറിഞ്ഞുന്ന കേസുമായി ഒരു വശത്ത് പോലീസും മറുവശത്ത് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസും രംഗത്തെത്തിയതോടുകൂടി വരും ദിവസങ്ങളിലും ഈ വിവാദം ശക്തമായി തന്നെ മുന്നോട്ട് പോകും. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് കോൺഗ്രസിന്റെ മറുപടിയും പ്രതികരണവുമെങ്കിൽ കേരള കോൺഗ്രസിലേക്ക് വരുമ്പോൾ അവിടെ കേരള കോൺഗ്രസിന്റെ സീറ്റുകൾ കോൺഗ്രസ് എങ്ങാനും ഏറ്റെടുക്കുമോ എന്നുള്ള ആശങ്കയാണുള്ളത്. ആ വാർത്ത News 18 ആയിരുന്നു പുറത്തുവിട്ടത്. ആ വാർത്ത ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ് കേരള കോൺഗ്രസിന്റെ ജോസഫ് വിഭാഗം നേതാവായിട്ടുള്ള മോൻസ് ജോസഫ്. വിജയമാണ് പ്രധാനമെന്നും സീറ്റുകളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച വേണ്ടിവരും എന്നുമായിരുന്നു മോൻസിന്റെ പ്രതികരണം. മുന്നണി വിപുലീകരണ വിഷയത്തിൽ UDF കൺവീനർ അടൂർ പ്രകാശിനെ തള്ളുകയും ചെയ്തു അദ്ദേഹം. ഏതെങ്കിലും പാർട്ടികൾ ഇടതുമുന്നണിയിൽ നിന്ന് UDFിലേക്ക് വരുന്നു എന്ന് അറിയിച്ചിട്ടില്ല. ആരുടെയും പിറകെ പോയി വരുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. അടൂർ പ്രകാശിന് വ്യക്തിപരമായി ചർച്ചകൾ നടത്താൻ അവകാശമുണ്ട് എന്നും മോൻസ് ജോസഫ് പ്രതികരിച്ചു. അല്ല, അതൊന്നും പറയാൻ പറ്റില്ല. ഉഭയകക്ഷി ചർച്ചകളിലൂടെ, വിട്ടുവീഴ്ചയിലൂടെയും ഉഭയകക്ഷി ചർച്ചകളിലൂടെയും UDFിനെ വിജയത്തിലെത്തിക്കുക എന്ന കാര്യത്തിൽ UDFിൽ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട്. UDFിനെ വിജയത്തിലേക്ക് എത്തിക്കുക, അടുത്ത പ്രാവശ്യം UDFിന് കേരളത്തിൽ ഭരണം ഉണ്ടാവുക, കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവുക, UDFിന്റെ മന്ത്രിസഭ ഉണ്ടാവുക. അപ്പോൾ അതിനുവേണ്ടി UDF പരസ്പര ധാരണയോടെ ജയസാധ്യതയുടെ അടിസ്ഥാനത്തിൽ പരസ്പരം ചർച്ച ചെയ്ത് ധാരണയിലെത്തുക. അതിന് UDF കൂട്ടായ ചർച്ചകൾ ഉണ്ടാവും. ഒറ്റക്കെട്ടായിട്ട് UDF മത്സരിക്കണം. അപ്പോൾ പരസ്പരം ചില വിട്ടുവീഴ്ചകൾ വേണ്ടിവരും. ആ വിട്ടുവീഴ്ചകളെല്ലാം സീറ്റ് വിഭജന ചർച്ചയിലാണ്. നമ്മൾ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ വിജയുടെ രാഷ്ട്രീയമായിരുന്നു ചർച്ച ചെയ്യപ്പെട്ടത്, പ്രത്യേകിച്ച് കരൂരിലെ ദുരന്തം. ഇപ്പോൾ ഇതാ വിജയ് വീണ്ടും കരൂരിലേക്ക് പോവുകയാണ്. ഒളിച്ചോടി എന്ന വിമർശനത്തിനിടയാക്കിയ കരൂരിലൂടെ തന്നെ ഒരിടവേളയ്ക്ക് ശേഷം രാഷ്ട്രീയത്തിലേക്കുള്ള മടങ്ങിവരവിന് ഒരുങ്ങുകയാണ് വിജയ്. അടുത്ത വെള്ളിയാഴ്ച വിജയ് കരൂരിലെത്തും. മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ ദത്തെടുക്കും എന്നാണ് തമിഴക വെട്രിക്കഴകത്തിന്റെ വാഗ്ദാനം. TVKയുടെ സഖ്യനീക്കങ്ങൾ സംബന്ധിച്ച രാഷ്ട്രീയ അഭ്യൂഹങ്ങളും ഇപ്പോൾ സജീവമാണ്. CP അന്വേഷണത്തിനും മേൽനോട്ടത്തിനും 3-അംഗ സമിതിയെ നിയോഗിച്ച സുപ്രീം കോടതി ഉത്തരവ് വിജയ്ക്കും തമിഴക വെട്രിക്കഴകത്തിനും വിമർശനങ്ങളെ പ്രതിരോധിക്കാൻ ലഭിച്ച ആയുധമായി. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എങ്ങനെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയെന്നതടക്കം തമിഴ്നാട് സർക്കാരിനെതിരായ സുപ്രീം കോടതിയുടെ വിമർശനം പോലീസ് വീഴ്ചയെന്ന ആരോപണത്തിന് മൂർച്ച കൂട്ടും. പ്രതിച്ഛായ മെച്ചപ്പെടുത്തി പ്രവർത്തനം സജീവമാക്കാനുള്ള നീക്കങ്ങൾ കരൂരിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ് വിജയ്. ഒക്ടോബർ 17-ന് വിജയ് കരൂർ സന്ദർശിക്കും. മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ ഒരു വേദിയിലെത്തിക്കാനാണ് ശ്രമം. ശക്തമായ നിയന്ത്രണങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കാൻ പോലീസ് തയ്യാറെടുപ്പുകൾ തുടങ്ങി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് എല്ലാ മാസവും 5000 രൂപ വീതം ധനസഹായമായി നൽകും. കുട്ടികൾക്ക് താൽപ്പര്യമുള്ളിടത്തോളം എത്ര വേണമെങ്കിലും പഠിക്കാം. അതിനുള്ള വിദ്യാഭ്യാസ ചെലവുകളും പൂർണ്ണമായും വഹിക്കും. കുടുംബാംഗങ്ങൾക്ക് മെഡിക്കൽ ഇൻഷുറൻസ് പരിരക്ഷ നൽകുമെന്നും TVK പ്രഖ്യാപിച്ചു. സഖ്യസാധ്യതകളിലെ ക്ലൈമാക്സ് എന്ന ആകാംക്ഷയിലാണ് തമിഴകം. AIADMKയ്ക്ക് TVK കൈകൊടുക്കുമോ? അങ്ങനെയെങ്കിൽ സഖ്യത്തിന്റെ നായകൻ എടപ്പാടി പളനിസ്വാമിയോ അതോ വിജയ്യോ? BJP ബന്ധം എങ്ങനെ വിശദീകരിക്കും? ഇതെല്ലാമാണ് വിജയ്ക്ക് മുൻപിലുള്ള വെല്ലുവിളി. ന്യൂസ് ഡെസ്ക് News 18. ശബരിമലയിലെ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അവരുടെ വിമർശനങ്ങൾ കടുപ്പിക്കുന്നുണ്ട്. ആ വാർത്തകളിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ऐसी कई पहली कहानियों में हमेशा आपके साथ ऑल्टो
pace that's out of this world. ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിൽ തുടർ നടപടികൾ. ശബരിമല സ്വർണ്ണമോഷണത്തിൽ വീണ്ടും നടപടി. അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽ കുമാറിനെയാണ് സസ്പെൻഡ് ചെയ്തത്. സ്വർണം പതിപ്പിച്ചത് എന്ന് അറിവുണ്ടായിട്ടും ചെമ്പ് എന്നെഴുതി പോറ്റിക്ക് കൈമാറാൻ സുനിൽകുമാർ കൂട്ടുനിന്നതിനാണ് നടപടി. അതേസമയം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് SIT സംഘം പരിശോധന തുടരുകയാണ്. സ്വർണ്ണപ്പാളിയിലെ രേഖകൾ സംബന്ധിച്ചാണ് പരിശോധന നടത്തുന്നത്. ഡാൻ കുര്യന്റെ റിപ്പോർട്ടിലേക്കാണ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന പ്രത്യേക സംഘം ഇന്നാണ് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് പരിശോധനകളുടെ ഭാഗമായി എത്തിയത്. ദേവസ്വം വിജിലൻസ് SP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി അന്വേഷണ റിപ്പോർട്ടിലെ വിശദാംശങ്ങളടക്കം SIT ചോദിച്ചറിഞ്ഞതായാണ് വിവരം. അതിനിടെയാണ് ഇന്ന് ചേർന്ന ദേവസ്വം ബോർഡിന്റെ യോഗത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന ഇപ്പോൾ സർവീസിലുള്ള രണ്ടാമത്തെ ഉദ്യോഗസ്ഥൻ AE സുനിൽകുമാറിനെ കൂടി സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. നേരത്തെ മൂരാരി ബാബുവിനെതിരെ നടപടിയെടുത്തിരുന്നു. ഇപ്പോൾ സമാനമായ നടപടി AE സുനിൽകുമാറിനെതിരെ കൂടി എടുത്തിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൈമാറുന്നു എന്ന് അറിഞ്ഞിട്ടും അതിന് ചെമ്പ് പാളികളെന്ന് എഴുതി നൽകി എന്നതാണ് സുനിൽകുമാറിനെതിരായ കണ്ടെത്തൽ. ആ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡ് യോഗത്തിൽ സുനിൽകുമാറിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം. തുടർ നടപടികൾ, അതായത് പെൻഷൻ അടക്കം പിടിച്ചുവെക്കുന്നതടക്കമുള്ള തുടർ നടപടികൾ തുടരന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സ്വീകരിക്കുക. എന്തായാലും ഈ വിഷയത്തിൽ സുതാര്യമായ നിലപാടാണ് ദേവസ്വം ബോർഡിന് എന്ന് ഉറപ്പിച്ച് പറയുകയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ഇപ്പോഴും അത്തരത്തിൽ 2019 ഉൾപ്പെടെ നടന്നിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടക്കട്ടെ, ആ അന്വേഷണത്തെ നേരത്തെ തന്നെ സ്വാഗതം ചെയ്തതാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. അതോടൊപ്പം നിലവിൽ ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരും തമ്മിൽ നടന്ന ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഈ സ്വർണ്ണപ്പാളികൾ മോഷണം പോയത് എന്ന കണ്ടെത്തലിലാണ് ദേവസ്വം വിജിലൻസ് എത്തിയിരുന്നത്. അതിനപ്പുറത്തേക്ക് 2019 ഭരണസമിതിയെ കൂടി പ്രതിപട്ടികയിൽ ചേർത്തുകൊണ്ടാണ് ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തത്. അതുകൊണ്ട് ആ ദിശയിലേക്ക് കൂടി അന്വേഷണം നീളുമ്പോൾ ഭരണസമിതി അംഗങ്ങളെ അടക്കം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നതടക്കമുള്ള തുടർ നീക്കങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെയൊക്കെയാണ് നടപടികൾ ഉണ്ടാകുന്നത് എങ്കിൽ പോലും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ അവരുടെ പ്രതിഷേധങ്ങൾ കനപ്പിക്കുകയാണ്. ആ വിശ്വാസ സംരക്ഷണ യാത്രകൾ അടക്കം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട വിഷയം കൂടുതൽ പ്രതിപക്ഷം ശക്തമാക്കുമ്പോൾ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ പാർട്ടികളും 6 ആഴ്ച ക്ഷമിക്കുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറയുന്നത്. കോടതിയുടെ നിരീക്ഷണത്തിലുള്ള അന്വേഷണത്തിൽ വിശ്വാസമില്ലേ എന്ന് പ്രതിപക്ഷ നേതാവ് പറയണം. അയ്യപ്പ സംഗമത്തിന് ദേവസ്വം ബോർഡിന്റെ 1 രൂപ പോലും ചെലവഴിച്ചിട്ടില്ല. ഹൈക്കോടതി റിപ്പോർട്ട് നൽകുമ്പോൾ അക്കാര്യം മനസ്സിലാകും. ആറന്മുള സദ്യവിവാദം ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നും പ്രശാന്ത് പറഞ്ഞു. ലക്ഷോപലക്ഷം വിശ്വാസികളുടെ അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവരുടെ താല്പര്യങ്ങളും അവരുടെ വിശ്വാസവും ഒക്കെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനമാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞു, ദൗർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായത്. അതിൽ ദേവസ്വം ബോർഡിന്റെ നിലപാട്, സർക്കാരിന്റെ നിലപാട് സുവ്യക്തമായി പ്രഖ്യാപിച്ചും കഴിഞ്ഞു. കോടതിയുടെ നിരീക്ഷണത്തിലാണ് അന്വേഷണം നടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് 6 ആഴ്ച ഒന്ന് ക്ഷമിക്കുവാൻ തയ്യാറാകണം. 6 ആഴ്ച ക്ഷമിച്ച് ഈ അന്വേഷണ ഏജൻസിയോട്, കോടതിയുടെ നിരീക്ഷണത്തിൽ നടത്തുന്ന ഈ അന്വേഷണ ഏജൻസിയോട് സഹകരിക്കുവാൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ തയ്യാറാകണം. അതല്ല, കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന ഒരു അന്വേഷണത്തിൽ വിശ്വാസമില്ലെങ്കിൽ അത് രേഖപ്പെടുത്തുവാൻ തയ്യാറാകണം. ഞങ്ങൾക്ക് നവംബർ 5 വരെയാണ് ബഹുമാനപ്പെട്ട കോടതി ഇതിന്റെ കണക്ക് ബോധിപ്പിക്കുവാൻ സാവകാശം നൽകിയിട്ടുള്ളത്. അത് കഴിയുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എന്തായാലും കൊടുത്തല്ലേ പറ്റുള്ളൂ, ഞങ്ങൾ കൊടുക്കും. അപ്പോഴേ എത്ര രൂപ ചെലവായി, എത്ര രൂപ സ്പോൺസർ വന്നു, എങ്ങനെയൊക്കെയാണ് നടത്തിയത് എന്നതിനെ സംബന്ധിച്ച് അന്തിമ രൂപം തെളിയും. ഞങ്ങൾ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്, 1 നയ പൈസ ദേവസ്വം ബോർഡിന്റെ ഫണ്ടിൽ നിന്നെടുത്ത് ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി ആത്യന്തികമായി ചിലവാക്കില്ല. അത് ഹൈക്കോടതിയിൽ കണക്കുകൾ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും. ഇല്ല, അത് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടൊരു ഇൻഫർമേഷൻ ഇല്ല. അതൊന്ന് പറയട്ടെ, പറഞ്ഞതിന് ശേഷം പറയാം. ഇനി മറ്റു വാർത്തകൾ പരിശോധിക്കുമ്പോൾ സംസ്ഥാനത്ത് തുലാവർഷത്തിന് മുന്നോടിയായി മഴ കനക്കുകയാണ്. തെക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്.
തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ആണ് യെല്ലോ അലർട്ട്. ഈ മാസം 18 വരെ ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. ഈ ദിവസങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്കും ഒപ്പം അതിശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നുമാണ് മുന്നറിയിപ്പ്. അതേസമയം കണ്ണൂരിൽ ഇടിമിന്നലേറ്റ് ഇന്ന് 2 പേർ മരിച്ചിട്ടുണ്ട്. ശ്രീകണ്ഠാപുരം കാക്കണ്ണൻപാറയിലാണ് സംഭവം. അസം ഒഡീഷ സ്വദേശികളാണ് മരിച്ചത്. ചെങ്കൽ ക്വാറിയിൽ ജോലി ചെയ്യുന്നവർ ആണ് മരിച്ചത്. മലപ്പുറം കൊണ്ടോട്ടിയിൽ 2 പേർക്ക് മിന്നലേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. വിവരങ്ങളുമായി സുമേഷ് മൊറാഴ ചേരുന്നുണ്ട്. സുമേഷ്, ഇവരുടെ കൂടുതൽ, അതായത് ഈ കണ്ണൂരിൽ മരണപ്പെട്ടവരുടെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? മൃതദേഹം ഇപ്പോഴെവിടെയാണുള്ളത്? അത്തരം വിവരങ്ങൾ കൂടി. അഭിലാഷ്, ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഈ അപകടമുണ്ടായത്. ചെങ്ങളായി പഞ്ചായത്തിലെ കക്കണ്ണൻപാറയിലായിരുന്നു സംഭവം. ചെങ്കൽപ്പടയിൽ ജോലി ചെയ്യുന്നതിനിടെയായിരുന്നു ഇവർക്ക് ഇടിമിന്നലേറ്റത്. തുടർന്ന് ഉടൻ തന്നെ ശ്രീകണ്ഠാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇവരുടെ ജീവൻ രക്ഷിക്കാനായില്ല. അസം സ്വദേശി ജോസ് നസ്രി, ഒപ്പം ഒഡീഷ സ്വദേശി രാജേഷ് എന്നിവരാണ് മരിച്ചത്. മറ്റൊരു ഒഡീഷ സ്വദേശി ഗൗതമിന് പരിക്കുണ്ട്. ഇയാളെ പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മരിച്ച 2 പേരുടെ മൃതദേഹം ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലും സൂക്ഷിച്ചിരിക്കുകയാണ്. ഏതായാലും ഇന്ന് ഉച്ചക്ക് 2:30 ചെങ്കൽ ക്വാറിയിൽ ജോലി ചെയ്യുന്നതിനിടെ ആയിരുന്നു പെട്ടെന്ന് ഇത്തരം ഒരു ഇടിമിന്നൽ ഉണ്ടാവുകയും ഇവർക്ക് അപകടം സംഭവിക്കുകയും ചെയ്തത്. അഭിലാഷ്, വിശദാംശങ്ങളാണ് സുമേഷ് നൽകിയത്. പാലക്കാട് കല്ലടിക്കോട് 2 പേർ വെടിയേറ്റ് മരിച്ചു. 3 ഏക്കർ മരുതൻകാട് സ്വദേശി ബിനു, നിതിൻ എന്നിവരാണ് മരിച്ചത്. മൃതദേഹങ്ങൾക്ക് സമീപത്ത് നിന്ന് നാടൻ തോക്ക് കണ്ടെടുത്തു. ബിനു കഴിഞ്ഞ ദിവസം മോശമായി സംസാരിച്ചുവെന്ന് നിതിൻ പറഞ്ഞതായി നിതിന്റെ അമ്മ പ്രതികരിച്ചു. സ്റ്റേഷനിൽ വരെ വരാൻ പറഞ്ഞിട്ടാണ് ഞാൻ ചെന്നത്. അപ്പം ഞാൻ ചോദിച്ചു, എൻ്റെ മകന് വല്ല കുഴപ്പമുണ്ടോ? മകന് കുഴപ്പമില്ല, നിങ്ങളുടെ വാതിക്കൽ ഒരു ബോഡി കിടപ്പുണ്ടെന്ന് പറഞ്ഞു. ആരാന്ന് ചോദിച്ചപ്പോൾ കാളിബിനു വന്ന് പറഞ്ഞു. രാവിലെ പോയപ്പോഴും ഞാൻ പറഞ്ഞു, മോനെ ചോറെടുത്തുണ്ട്. പിന്നെ ഞാൻ ഇന്റർവ്യൂവിന് പോയിട്ട് വന്നതാണ്, ജോലി ശരിയായില്ല. ഇന്ന് 10 മണിക്ക് കല്ലടിക്കോട് പോകണമെന്ന് പറഞ്ഞ് പിന്നെ മെസ്സേജ് വിട്ടു, ആ കടയുടെ നമ്പർ ഒന്ന് കൊടുക്ക് പറഞ്ഞിട്ട്. ഇതിൽ കൂടുതലൊന്നും എനിക്കറിയത്തില്ല എന്താ അവിടെ സംഭവിച്ചെന്ന്. ബിനുവിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഭീഷണി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഭീഷണിയൊന്നുമില്ല. മിനിഞ്ഞാന്നും കൂടെ ഞാൻ അവനെ കണ്ടതല്ലേ. പിന്നെ അവനെന്തോന്ന് അർത്ഥം ഇവനോട് പറഞ്ഞു എന്നാ പറയുന്നത്. എന്താന്ന് എനിക്കറിയത്തില്ല. ബിനു ഇതിനോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇവര് തമ്മിലൊന്നും എനിക്കറിയത്തില്ല. സ്നേഹമായിട്ട് പിന്നെ ചേട്ടാന്നേ അവൻ വിളിക്കുള്ളൂ. പക്ഷെ അവര് തമ്മിലൊരു ടച്ചും ഇല്ല, ഒരു ദേഷ്യത്തോടെ ഒരു വർത്താനം ഒന്നുമില്ല. കാടുമ്പോ വിരിച്ചേട്ടാന്ന് വിളിക്കും. അവന് നായാട്ടിന് പോകുന്നതുകൊണ്ട് അവന്റെ കൈ തോക്കുണ്ട്, ഇവന്റെ കയ്യില്. പാലക്കാട് നിന്ന് വരുന്നത് ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ്. എന്നാൽ ഇതുപോലെ തന്നെ മലയാളികളെ ഞെട്ടിപ്പിച്ചൊരു വാർത്ത നേരത്തെ പാലക്കാട് നിന്ന് തന്നെ വന്നിരുന്നു. അത് ചെന്താമരയുടെ സൈക്കോ സ്വഭാവത്തോടു കൂടിയുള്ള കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ചായിരുന്നു. ചെന്താമര കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ കോടതി. നെന്മാറ സജിത വധക്കേസിൽ ആണ് ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. പാലക്കാട് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയാണ് വിധി പ്രഖ്യാപിക്കാൻ പോകുന്നത്. ചെന്താമരയ്ക്കെതിരെ ചുമത്തിയ കൊലക്കുറ്റം അടക്കമുള്ള കുറ്റങ്ങളെല്ലാം തെളിഞ്ഞുവെന്ന് കോടതി വ്യക്തമാക്കുമ്പോൾ മറ്റന്നാൾ എന്താകും ശിക്ഷയെന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. പാലക്കാട് 4ാം അഡീഷണൽ ജില്ലാ കോടതിയാണ് ചെന്താമര കുറ്റക്കാരനാണെന്ന് വിധിച്ചത്. ചെന്താമരയ്ക്കെതിരെ ചുമത്തിയ കൊലക്കുറ്റം അടക്കമുള്ള കുറ്റങ്ങളെല്ലാം തെളിഞ്ഞു. മറ്റന്നാൾ കേസിൽ ശിക്ഷാവിധി പ്രഖ്യാപിക്കും. കൊലപാതകത്തിന് പുറമെ തെളിവ് നശിപ്പിക്കൽ, വീട്ടിൽ അതിക്രമിച്ചു കടക്കൽ തുടങ്ങിയ കുറ്റങ്ങളെല്ലാം തെളിഞ്ഞതായി കോടതി വിധിച്ചു. എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ എന്ന് ചെന്താമരയോട് കോടതി ചോദിച്ചുവെങ്കിലും ഒന്നുമില്ലെന്നായിരുന്നു ചെന്താമരയുടെ മറുപടി. യാതൊരു ഭാവഭേദവുമില്ലാതെ കൂസിലില്ലാതെയാണ് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയുള്ള കോടതി വിധി ചെന്താമര കേട്ടുനിന്നത്. രാവിലെ കോടതിയിൽ എത്തിച്ചപ്പോഴും വിധിക്ക് ശേഷം പുറത്തിറങ്ങിയപ്പോഴും ചെന്താമര ഒന്നും പ്രതികരിച്ചില്ല. വിധി കേൾക്കാനായി സജിതയുടെ മക്കളായ അതുല്യയും അഖിലയും കോടതിയിലെത്തിയിരുന്നു. പ്രതി പുറത്തിറങ്ങിയാൽ ജീവന് ഭീഷണിയുണ്ടെന്നും സ്വസ്ഥമായി ജീവിക്കാൻ കഴിയില്ലെന്നും പരമാവധി ശിക്ഷ തന്നെ ലഭിക്കണമെന്നുമാണ് നേരത്തെ അതുല്യയും അഖിലയും പ്രതികരിച്ചത്. സജിത കൊലക്കേസിൽ റിമാൻഡിലായിരുന്ന ചെന്താമര ജാമ്യത്തിലിറങ്ങിയ ശേഷം നടത്തിയ ഇരട്ടക്കൊലപാതകം കേരളത്തെയാകെ ഞെട്ടിച്ചിരുന്നു. ഈ ഇരട്ടക്കൊലപാതകത്തിന്
ഇതിന് പിന്നാലെയാണ് സജിത കൊലക്കേസിൽ 6 വർഷങ്ങൾക്കു ശേഷം വിചാരണ നടപടികൾ പൂർത്തിയാക്കി കോടതി ഇന്ന് വിധി പറഞ്ഞത്. 2019 ഓഗസ്റ്റ് 31-നാണ് അയൽവാസിയായിരുന്ന സജിതയെ വീട്ടിൽ കയറി ചെന്താമര വെട്ടിക്കൊന്നത്. ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണക്കാരിയെന്ന് സംശയിച്ചായിരുന്നു ക്രൂര കൊലപാതകം. സാഹചര്യ തെളിവുകളും പ്രതിയുടെ ഭാര്യയടക്കം 9 സാക്ഷികളുടെ മൊഴിയുമാണ് കേസിൽ നിർണായകമായത്. ഈ കേസിൽ വിധി വരുന്നതോടെ ചെന്താമര തന്നെ പ്രതിയായ നെന്മാറ ഇരട്ടക്കൊലപാതക കേസിന്റെ വിചാരണ നടപടികളും ആരംഭിച്ചേക്കും. ന്യൂസ് 18 പാലക്കാട്. ഇത്തരം ക്രൂരകൃത്യങ്ങളാൽ മലയാളികൾ ഞെട്ടുമ്പോൾ മലയാളികളെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അത് സ്വർണത്തിന്റെ കുതിപ്പാണ്. സ്വർണ്ണവില 1 ലക്ഷത്തിന് അടുക്കുകയാണ്. ഗ്രാമിന് ഇന്ന് ഒറ്റയടിക്ക് കൂടിയത് 300 രൂപയാണ്. ഇതോടെ പവന് 2400 രൂപ ഇന്ന് വർദ്ധിച്ചു. അങ്ങനെ 94,360 രൂപയായിരുന്നു ഇന്ന് സ്വർണ്ണ വ്യാപാരം നടന്നത്. ഒറ്റ ദിവസത്തിൽ ഇത്രയും വില കൂടുന്നത് ഇതാദ്യമായാണ്. 1.5 മാസത്തിനിടെ പവന്റെ വിലയിൽ 16,720 രൂപയുടെ വർധനവ് കൂടിയാണ് സംഭവിച്ചത്. രാജ്യാന്തര വിപണിയിൽ ഒരു ട്രോയ് ഔൺസ് സ്വർണത്തിന്റെ വില 4124.79 US ചൈന വ്യാപാര സംഘർഷവും വില കൂടുന്നതിന് കാരണമായതായാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. കായിക മേഖലയിലേക്ക് പോകുമ്പോൾ മെസ്സി വരും എന്ന് തന്നെയാണ് സംഘാടകർ പറയുന്നത്. അർജന്റീന കേരളത്തിലേക്ക് വരില്ല എന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്ന അവകാശവാദവുമായി സംഘാടകർ. നഷ്ടം ഉണ്ടായാലും സ്റ്റേഡിയം നവീകരണവുമായി മുന്നോട്ടു പോകും എന്നും GST കൂടിയത് ടിക്കറ്റ് നിരക്കിൽ പ്രതിഫലിച്ചേക്കാമെന്നും സ്പോൺസർ ആൻഡോ അഗസ്റ്റിൻ ന്യൂസ് 18 പറഞ്ഞു. 5000-ൽ താഴെ ആളുകൾക്കാണ് നിലവിൽ അനുമതി ലഭിക്കുക. അത് VVIP പാസുകളായിരിക്കും. അതേസമയം 50,000-ലധികം ആളുകൾക്ക് സ്റ്റേഡിയത്തിലേക്ക് പൊതുവെ പ്രവേശനമുണ്ടാകും എന്ന പ്രതികരണവും വന്നിട്ടുണ്ട്. ഓസ്ട്രേലിയയ്ക്ക് പുറമെ മറ്റൊരു ടീമിനെ കൂടി കൊച്ചിയിലെത്തിക്കാൻ ശ്രമം നടക്കുന്നുണ്ട് എന്നും സംഘാടകർ അറിയിച്ചു. അർജന്റീനയിലെ പ്രമുഖ ചാനലായ TYC സ്പോർട്സ് ആണ് കൊച്ചിയിലെ മത്സരത്തിന് പകരം ആഫ്രിക്കയിൽ മൊറോക്കയെ നേരിടാനാണ് അർജന്റീന ആലോചിക്കുന്നതെന്ന് റിപ്പോർട്ട് ചെയ്തത്. മെസ്സി വരുമെന്നും വാർത്ത അടിസ്ഥാനരഹിതമാണെന്നുമാണ് സ്പോൺസർമാരുടെ പ്രതികരണം. AFA ഒഫീഷ്യലായിട്ട് കേരളത്തിൽ അവരുടെ ഫ്രണ്ട്ലി മാച്ച് നടക്കുന്നത് കേരളത്തിലാണെന്ന് അവര് പറഞ്ഞു കഴിഞ്ഞല്ലോ. AFA ഒറിജിനലായിട്ട് പറഞ്ഞു. ഇത് അവര് മാത്രമല്ല തന്നെ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ വേറൊരു ടീം നമ്മളോട് കളിക്കാൻ എഗ്രി ചെയ്തിട്ടുണ്ടല്ലോ. ഒരു ഫിഫ എന്ന് പറയുന്ന ഒരു ബോഡീന്റെ അണ്ടറിലാണ് ഈ 2 ടീമും കളിക്കുന്നത്. ഫിഫ ഒരു ഒഫീഷ്യൽ വിൻഡോ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വിൻഡോയിൽ കളി മാറ്റാൻ കഴിയില്ല. കോടികൾ ചെലവിട്ടാണ് അർജന്റീനയെ എത്തിക്കുന്നത്. നഷ്ടം വന്നാലും മുൻനിശ്ചയിച്ച പ്രകാരം മുന്നോട്ടു പോകുമെന്ന് ആൻഡോ അഗസ്റ്റിൻ പറഞ്ഞു. എന്നാൽ ടിക്കറ്റ് നിരക്ക് കൂടുതലാകുമെന്ന സൂചനയും അദ്ദേഹം പങ്കുവച്ചു. GST നിരക്ക് കൂടിയതും സ്പോൺസറിങ്ങിന് പ്രതീക്ഷിച്ച പോലെ ആളെ കിട്ടാത്തതുമാണ് കാരണം. ഇതുവരെ 1 രൂപയുടെ സ്പോൺസർഷിപ്പ് സെല്ല് ചെയ്യാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് കഴിയാത്തെന്നറിയോ? മെസ്സി വരില്ല എന്നുള്ള പുകമറ മാധ്യമങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ്. ടിക്കറ്റിൽ ഈ പറയുന്ന മുടക്ക് പോലെ തിരിച്ചു കിട്ടുമെന്നുള്ളത്, അത് കിട്ടുമെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. കാരണം 500 കോടിയിലേക്ക് മേലെ തിരിച്ചു കിട്ടണ്ടേ. അത് മാത്രമല്ല, കേരളത്തിലെ ടാക്സ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയോ? ഇന്ത്യയിലെ ടാക്സ് എത്രയാണ്? സ്പോർട്സിന്റെ ടാക്സ് എത്രയാണെന്ന് അറിയോ? 40% GST ആണ്. 25% എന്താണ് നമ്മുടെ എന്റർടൈൻമെന്റ് ടാക്സ് ആണ്. 65% ടാക്സ് ആണ്. എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപയ്ക്ക് ടിക്കറ്റ് വിറ്റിട്ടുണ്ടെങ്കിൽ സ്പോൺസർക്ക് കിട്ടുന്നത് 35,000 രൂപയാണ്. സർക്കാരിന് കിട്ടുന്നത് എത്രയാണെന്നറിയോ? 65,000 രൂപ. 70 കോടി മുടക്കിയുള്ള സ്റ്റേഡിയം നവീകരണവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം. പാലക്കാട് IITയുടെ സുരക്ഷാ പരിശോധന പ്രകാരം 50,000-ൽ താഴെ കാണികൾക്കാണ് പ്രവേശനത്തിന് അനുമതി. ഓസ്ട്രേലിയക്ക് പുറമെ മറ്റൊരു ടീമിനെ കൂടി കേരളത്തിലെത്തിക്കാൻ ശ്രമം നടത്തുന്നുണ്ടെന്നും സംഘാടകർ. ഓസ്ട്രേലിയക്ക് നമുക്ക് 2 വിൻഡോ ഉണ്ട്, 2 മാച്ച് ഉണ്ട്. പക്ഷെ നമുക്ക് അർജന്റീന ഓസ്ട്രേലിയ 1 മാച്ചേ ഉള്ളൂ. ശരിക്കും 1 മാച്ച് കൂടെ നമുക്ക് അവിടെ ഫ്രീ ആയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് 2-3 രാജ്യങ്ങൾ നമ്മളെ 2-3 ഫിഫ റാങ്കിങ്ങിൽ 50ക്ക് താഴെയുള്ള 2-3 രാജ്യങ്ങൾ നമ്മളെ ഓൾറെഡി ഗവൺമെന്റിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓൾറെഡി ആ ഒരു വിൻഡോയിൽ ഓസ്ട്രേലിയ ആയിട്ട് കളിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ട്. റോഡ് ഷോയ്ക്കൊപ്പം AR റഹ്മാൻ, ഹനുമാൻ കൈൻഡ് എന്നിവരുൾപ്പെടുന്ന സംഗീത പരിപാടിയും അർജന്റീനയുടെ വരവിനൊപ്പം സംഘടിപ്പിക്കുമെന്നും സംഘാടകർ. ഓസ്ട്രേലിയ നവംബർ 10-നും അർജന്റീന 15-ാം തീയതിയോടെയും കൊച്ചിയിലെത്തുമെന്നാണ് സൂചന. സ്പോർട്സ് ഡെസ്ക് ന്യൂസ് 18. ഇന്ത്യക്ക് മിന്നും ജയം. വെസ്റ്റ് ഇൻഡീസിനെതിരായ 2 മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പര തൂത്തുവാരി ഇന്ത്യ. ഡൽഹിയിൽ നടന്ന 2ാം ടെസ്റ്റിൽ 7 വിക്കറ്റിനായിരുന്നു വിജയം. ക്യാപ്റ്റനായ ശേഷം ശുഭ്മാൻ ഗില്ലിന്റെ ആദ്യ കിരീട നേട്ടം ആണിത്.
121 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യക്ക് വേണ്ടി KL രാഹുൽ 58 റൺസുമായി പുറത്താകാതെ നിന്നു. ശുഭ്മാൻ ഗിൽ 13 റൺസ് എടുത്തു. സായി സുദർശൻ 39 റൺസ് എടുത്തും പുറത്തായി. കുൽദീപ് യാദവ് കളിയിലെ താരം ആയപ്പോൾ രവീന്ദ്ര ജഡേജ ആണ് പ്ലെയർ ഓഫ് ദി സീരീസ്. ദുൽഖർ സൽമാനെ കസ്റ്റംസ് നേരിട്ട് വിളിപ്പിച്ചേക്കും. ദുൽഖർ സമർപ്പിച്ച രേഖകളിൽ പരിശോധന തുടരുകയാണ്. ദുൽഖറിന്റെ അപേക്ഷയിൽ 7 ദിവസത്തിനകം തീരുമാനം എടുക്കണം എന്നായിരുന്നു ഹൈക്കോടതി നിർദ്ദേശിച്ചത്. ഓപ്പറേഷൻ നുങ്കൂറുമായി ബന്ധപ്പെട്ട് വിലപ്പെട്ട വാഹനങ്ങൾ പിടിച്ചെടുത്ത പശ്ചാത്തലത്തിലാണ് ഈ നീക്കം. ഓപ്പറേഷൻ നുങ്കൂറിൽ നടൻ ദുൽഖർ സൽമാന്റെ അപേക്ഷ പ്രകാരം വാഹനങ്ങൾ വിട്ടു നൽകുക എന്ന ഒരു അപേക്ഷ കസ്റ്റംസിന് നൽകിയിരുന്നു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു അത്. എന്നാൽ ഈ അപേക്ഷ പരിഗണിക്കുമ്പോൾ കസ്റ്റംസ് പ്രധാനമായും പറയുന്ന കാര്യങ്ങൾ ഈ വാഹനങ്ങളുടെ രേഖകൾ പരിശോധിക്കുകയാണ്. അതിന് വസ്തുതാപരമായ പരിശോധനകൾ ഇനിയും ആവശ്യമാണ്. ആ പരിശോധന കഴിയാതെ വാഹനങ്ങൾ വിട്ടു നൽകാൻ കഴിയില്ല എന്നൊരു നിലപാടിലാണ് കസ്റ്റംസ് എത്തി നിൽക്കുന്നത്. കാരണം ഈ വാഹനങ്ങൾ സംബന്ധിച്ച ഇതിൻ്റെ എങ്ങനെയാണ് ഇവിടേക്ക് ഇന്ത്യയിലേക്ക് എത്തിയതെന്നും എങ്ങനെയാണ് കൈമാറ്റം നടന്നതെന്നും ഭൂട്ടാൻ പട്ടാളത്തിൻ്റെ കൈവശമിരുന്ന വാഹനങ്ങൾക്ക് എങ്ങനെയാണ് രേഖകൾ നിർമ്മിച്ചത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വളരെയധികം പരിശോധിക്കാനുള്ളതാണ്. അത്തരം കാര്യങ്ങൾ പരിശോധിക്കണം. ഇടനിലക്കാർ സംബന്ധിച്ച് അന്വേഷണം നടത്തണം. അപ്പോൾ അത്തരം വ്യക്തിഗത പരിശോധനകളെല്ലാം ഈ വാഹനങ്ങളുടെ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ വാഹനങ്ങൾ വിട്ടു നൽകാൻ കഴിയില്ല എന്ന നിലപാടിൽ തന്നെയാണ് കസ്റ്റംസ് ഉള്ളത്. അതുകൊണ്ട് ദുൽഖറിന് വാഹനങ്ങൾ വിട്ടു നൽകുന്നതിൽ 7 ദിവസത്തിനകം തീരുമാനമാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അതിന് അല്പം കൂടി സമയം എടുത്തേക്കുമെന്ന സൂചനകളാണ് കസ്റ്റംസിൽ നിന്ന് ലഭ്യമാകുന്നത്. ഒപ്പം വളരെ സുപ്രധാനമായ ഒരു കാര്യം, ഈ രേഖകൾ പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അതിൻ്റെ ഉടമസ്ഥനെ വിളിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ ഉടമസ്ഥനെ കസ്റ്റംസിനെ വിളിപ്പിച്ച് ആവശ്യമെങ്കിൽ ചോദ്യം ചെയ്യാമെന്നതാണ്. അങ്ങനെയെങ്കിൽ ദുൽഖർ സൽമാനെ കസ്റ്റംസ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിളിപ്പിക്കാനുള്ള വളരെ സജീവമായ ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഇതിൽ ദുൽഖർ സൽമാൻ്റേത് 4 വാഹനങ്ങളാണ് കസ്റ്റംസ് ഇതിൽ നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നത്. അതിൽ ഒരു വാഹനം വീട്ടിൽ നിന്നും പിന്നീട് 2 വാഹനങ്ങൾ കണ്ടെടുക്കുകയുമാണ് ഉണ്ടായത്. ഒരു വാഹനം സംബന്ധിയായ കാര്യങ്ങളിൽ ഇപ്പോഴും ഒരു വ്യക്തതയും വന്നിട്ടുമില്ല. അപ്പോൾ ഈ കാര്യത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള വിവരങ്ങൾ ആവശ്യമാണെങ്കിൽ ദുൽഖർ സൽമാനെ കസ്റ്റംസ് ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുമെന്ന സൂചനകൾ തന്നെയാണ് നിലനിൽക്കുന്നത്. നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഈ കാര്യത്തിൽ പരിശോധനകൾ നടത്തിയിരുന്നു. ദുൽഖർ സൽമാന്റെയും നടൻ പൃഥ്വിരാജിന്റെയും അടക്കമുള്ള വസ്തുതകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധനകൾ നടന്നിരുന്നു. അതിന്റെ വിശദാംശങ്ങളും കൂടി കസ്റ്റംസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാഥമികമായി ശേഖരിച്ചിട്ടുണ്ട് എന്നതാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇക്കാര്യങ്ങളിലെല്ലാം കൂടുതൽ പരിശോധനകൾ വേണമെന്ന നിലപാടിൽ തന്നെയാണ് അന്വേഷണ ഏജൻസികൾ നിൽക്കുന്നത്. ഇതിൽ വ്യാജരേഖകൾ ചമച്ചതു മുതൽ കള്ളപ്പണ കൈമാറ്റം വരെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു ചെറിയ കാര്യമായി കാണാൻ കഴിയില്ല. ഇതിൽ വ്യക്തമായ രീതിയിലുള്ള പരിശോധന നടക്കുകയാണ്. ആ പരിശോധനയുടെ ഭാഗം തന്നെയാണ് ദുൽഖർ സൽമാന്റെ വാഹനങ്ങൾ സംബന്ധിയായ രേഖകളുടെ പരിശോധനയും. അതുകൊണ്ട് ഇതൊരു വലിയ കേസിന്റെ ഭാഗം തന്നെയാണ്. വളരെ പെട്ടെന്ന് അപേക്ഷയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയാണ് കസ്റ്റംസിൻ്റേത്. കസ്റ്റംസ് ഈ നിലപാട് കോടതി വഴി അറിയിക്കാനാണ് സാധ്യത. ന്യൂസ് 9 പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പോലീസ് പെട്രോളുമായി കൃഷ്ണേന്ദു ചേരും. നമസ്കാരം.